ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പച്ചക്കറിയൊക്കെ അരിയണത്. എനിക്കിന്ന് കോളേജിലൊരു പരിപാടി ഉണ്ട് കേട്ടോ, സ്നേഹസദ്യ എന്നാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫുഡ് കൊണ്ടുവരിക. സദ്യയുടെ ഫുഡാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഫുഡല്ല. അപ്പോൾ എനിക്ക് കിട്ടിയത് അവിയലാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലിക്കു എന്നെ അവൻ്റെ രീതിയിൽ ഹെൽപ്പാക്കുന്നുണ്ട്. പക്ഷേ എനിക്കതൊരു ഹെൽപ്പല്ല. കാരണം വലിയ കഷ്ണം പയറൊക്കെ 2 കഷ്ണമാക്കി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വീണ്ടും അരിയേണ്ടി വന്നു. പിന്നെ അവൻ അവിടെ ചെണ്ടൊക്കെ കൊട്ടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ രീതിയിൽ കഴിയാവുന്ന ദ്രോഹങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി അരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേന അരിഞ്ഞതിന് എനിക്ക് കൈ ഭയങ്കരമായി ചൊറിയും. അപ്പോൾ ഉമ്മ ചേന അരിഞ്ഞതിനുണ്ട്. പിന്നെ മാലിക്കും അവിടെ ഇരുന്ന് അറഞ്ചം പുറഞ്ചം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഉമ്മ നെയ്ച്ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ദോശയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നെയ്ച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ദോശേനെക്കാട്ടൊക്കെ ഇഷ്ടം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കിയതുണ്ടെങ്കിൽ എനിക്കത് ചൂടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് തലേ ദിവസത്തെയായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചൂടാക്കി കഴിച്ചു. അപ്പോൾ ചിക്കൻ കറി തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കി രാത്രിയായിരുന്നു കേട്ടോ വെച്ചത്. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു. രാവിലെ വെച്ച് ചിക്കൻ കറിയൊന്നും ബാക്കി ഉണ്ടാവില്ല. നമ്മൾ തലേ ദിവസം രാത്രിയൊക്കെ വെച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി വയ്ക്കും. അപ്പോൾ ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ലാബ് ടെക്നീഷ്യനൊക്കെ ആണല്ലോ. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് ഞാൻ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ എനിക്ക് മനസ്സിലായി, ചിലതൊന്നും എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ എനിക്ക് മനസ്സിലായതൊക്കെ ഞാൻ ഉമ്മാക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നതാണ്. പിന്നെ നമുക്ക് റിസൾട്ട് നോക്കാൻ വലിയ പാടൊന്നുമില്ല. റിസൾട്ട് നോക്കാൻ വലിയ പാടൊന്നുമില്ല. കാരണം അതിൻ്റെ നോർമൽ വാല്യൂ അപ്പുറത്ത് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ റിസൾട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കാൻ വലിയ വേലയൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ സംഭവം എന്താണെന്ന് കുറച്ച് കൺഫ്യൂഷനാണ്. പക്ഷേ വാല്യൂ നമ്മുടെ ഷുഗർ, ESR, ആ ബ്ലഡ് കൗണ്ട്, അതൊക്കെ നമുക്ക് സിമ്പിളാണ്. അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിലത് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയ്ക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് എനിക്കറിയില്ലെന്ന് അത് മനസ്സിലായതുകൊണ്ട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഭയങ്കര ഷോ ഒക്കെ ഇട്ടിട്ട് അപ്പുറമൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. വെറും ഷോയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉമ്മക്ക്. ഓക്കെ, ഉമ്മ പറഞ്ഞ ആ ഡോക്ടർ തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്ലിങ്ങായി. അപ്പം ഉമ്മ ഡോക്ടറെ കാണിച്ചിട്ടാണ് എന്നോട് വന്നിട്ട് പിന്നെ റിസൾട്ട് കഴിച്ചത്. എന്നാൽ സാലയില്ല വിഷമത്തിൽ ഞാൻ നെയ്ച്ചോറത്ത് പിന്നെയും കഴിച്ചു. അപ്പോൾ അതാ കാക്കും മോനും ഇമ്മൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും കൂടിയിട്ട് നമ്മൾ മേശമേല ഇരിക്കാറ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശിവരാജൊക്കെ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് ഞാൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് കഴിച്ചപ്പോൾ എനിക്ക് മതിയായി. അപ്പോൾ കാക്കു ദോശയും കൂടി കഴിച്ചു പറഞ്ഞിട്ട് ബാക്കിയുള്ളത് എനിക്ക് വാരി തന്നതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, ഞങ്ങളെപ്പോഴും അടിയാണ്. അപ്പോൾ എനിക്കൊരു വർക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മഴയുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷേ എനിക്കിന്ന് കുറേ ഡ്യൂട്ടിയിൽ ചെയ്യാനുണ്ട്. ഞാനവിടെ നമ്മുടെ അവയിൽ ഞങ്ങളത് അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഇനി പോയിട്ട് അത് ശരിയാക്കണം. അപ്പോഴത്തേനും നമുക്ക് കൊറിയർ അയക്കാനുള്ള ഐറ്റംസ് വാങ്ങണം, പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു, അത് ചെയ്യണം. അപ്പോൾ ഞാനും കാക്കും നല്ല പോസൊക്കെ കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല വെട്ടി വന്ന് വെട്ടാനെന്ന്. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ അവരെ കയ്യിൽ നിന്ന് കത്രികയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് വെട്ടിയെടുത്തു. അത് കഴിഞ്ഞത് ഞങ്ങൾ കൊറിയർ അയക്കാൻ ഭയങ്കര സേഫായി എത്തണമല്ലോ. അതിൻ്റെ പിക്ക് ഞാനിതിൽ ആഡ് ചെയ്യാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ട് നല്ല സെറ്റാക്കണം നമ്മൾ. അപ്പോൾ തെർമോക്കോളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കുവിൻ്റെ ഐഡിയയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അടിയൊക്കെ ആവും. കാക്ക് പറഞ്ഞത് എനിക്ക് പറ്റില്ല, ഞാൻ പറഞ്ഞ കാക്ക് പറ്റില്ല, അത് ഞങ്ങൾ പിരിഞ്ഞ അടിയൊക്കെ ആവും. എങ്കിലും ഞങ്ങൾ പിന്നെയും അടുത്ത സെക്കൻഡ് പിന്നെയും മുണ്ടും. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഐഡിയകൾ വരും. അപ്പോൾ ചിലർക്ക് ഒന്നിലേക്ക് കാക്കു പറഞ്ഞ ഐഡിയക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം കാക്കുവിന് പറ്റില്ല. അപ്പോൾ പിന്നെ ഐഡിയ ആവും, പിന്നെയും തെറ്റും, വിത്തിൻ സെക്കൻഡ് പിന്നെയും മുണ്ടും. അങ്ങനെയാണ്. അപ്പം എനിക്കവിടെ ഞാൻ അവിയലിനുള്ളത് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ പോയപ്പോൾ കാക്കു പാവം എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കഷ്ടപ്പെടാൻ കണ്ടിട്ട് എൻ്റെ കൊറിയറൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൊറിയർ അയക്കണത്. അപ്പോൾ നാളെ തന്നെ എത്തും വേണം. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ എത്തുമോ ഇല്ല എന്നൊക്കെ.
ഇൻഷാ അല്ലാഹ് അവിടെ കാര്യങ്ങളൊക്കെ എത്തി, സേഫായിട്ട് എത്തി. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ഗിഫ്റ്റിൻ്റെ പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഗിഫ്റ്റ് ബോക്സിന് നമുക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ, കാരണം അതൊരു ഗ്ലാസ് കവർ പോലെയല്ലേ. അപ്പോൾ അത് എങ്ങനെ എത്തും, സേഫായി എത്തുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് സേഫായിട്ട് അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടു, നമ്മുടെ അവയിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒക്കെ ഭയങ്കര ഫാസ്റ്റിലായിട്ട് നമ്മൾ ചെയ്യണം. ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ 12:40 അപ്പോഴത്തേനും അവയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി 1 നമുക്ക് ക്ലാസ്സിലെത്തണം. പിന്നെ ഇത് കൊറിയർ അയക്കണമെങ്കിൽ നാളെ അത് അവിടെ എത്തുള്ളൂ. അപ്പം അതിന് ഭയങ്കര ഭയങ്കര തിരക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്നിട്ട് 1:38 അങ്ങനെ നേരെ ക്ലാസ്സിന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളത് തെർമോക്കോളും കാര്യങ്ങളും വെച്ചു, പിന്നെ ഒരു ന്യൂസ് പേപ്പർ വെച്ച് പൊതിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞു കേട്ടോ, കാരണം അത്രയും സേഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഗിഫ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇതാ 2 ബോക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ 2 ബോക്സും കൂടിയിട്ട് ഒറ്റ ബോക്സാക്കി വെച്ചു. അങ്ങനെ അത് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളെ കോളേജിലേക്ക് ഞാൻ പോയി. അപ്പോൾ കാക്കിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ കൊറിയർ സെൻറ്ററിൽ പോയിട്ട് ആ സംഭവം അവിടെ ഏൽപ്പിച്ചു. പക്ഷേ അതിന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സദ്യ കഴിക്കണ കാരണം ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഞാനിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നത് എൻ്റെ പ്രിയ കൂട്ടുകാരി ഷെറീനാണ് കേട്ടോ. അപ്പോൾ അവളെ വീഡിയോയിൽ പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിത് കണ്ടു കഴിഞ്ഞ് എന്നെ പൊങ്കാലിടാൻ വരും ഉറപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എനിക്ക് കൊറിയർ അയക്കാൻ പോകാണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കാക്കു വന്നു. ആ മഴയത്താണ് പോയത്. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷേ നല്ല നമുക്ക് ഈ കൊറിയർ നനയാണ്ട് അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. എന്നിട്ട് ഞാനും കാക്കും കൂടിയിട്ട് കൊറിയർ ഓഫീസിൽ പോയി. മിസ്സിനോട് ചോദിച്ചു, മിസ് എങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ മിസ് ഓക്കെ കുഴപ്പമില്ല പോയിക്കോ പറഞ്ഞ അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ നമ്മളിതാ അവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് പിൻകോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ വിളിച്ചു, പിൻകോഡും കാര്യങ്ങളൊക്കെ വാങ്ങി. ഭയങ്കര ടെൻഷൻ ചെയ്യുന്നത് സേഫായിട്ട് അവിടെ എത്തുമോ, അത് നമ്മൾ അത്രയും പാക്ക് ചെയ്തിരിക്കണമെങ്കിൽ ഇത് ഡാമേജ് ആവുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഹാൻഡ് വിത്ത് കെയർ ചെയ്താന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു ഇങ്ങനെ ഒരു പേൻ ഇതിൻ്റെ ഇങ്ങനെ എഴുതി ഒട്ടിക്കാനോ പറഞ്ഞപ്പോൾ അവിടുന്ന് സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചു. പക്ഷേ എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് അയക്കണം, അതുകൊണ്ടാവും. അങ്ങനെ ആയിട്ടാണ് അതൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മൾ കോളേജിൽ എന്തോ ഒരു റീൽസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഡാൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ റീൽസ് എടുത്തതൊക്കെ അട്ടർ ഫ്ലോപ്പായി, അത് എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞങ്ങൾ ഒരാൾ അങ്ങനെയാണെങ്കിൽ ഒരാൾ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇട്ടില്ല. അപ്പോൾ ഭാഷേൻ്റെ തിന്നെയായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ റെമിയുടെ മോനിക്ക് അതിൻ്റെ ഒരു പിക്ചർ വരക്കണം എന്നിട്ട് അതൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. ചിത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം കേട്ടോ. അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നല്ല മഴയുണ്ട്, എന്നെ കാക്കുവിനെ വിളിക്കാൻ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ബസ്സിനൊക്കെ കാത്തിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ലൈമൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ 5:30 ആകുമ്പോഴാണ് വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ നല്ല തിരക്ക്. നമ്മൾ പിന്നെ ഡെയിലി പോവാത്ത കാരണം നമ്മളൊക്കെ കാണുമ്പോൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര പുച്ഛം. അവർ ഡെയിലി വേണ ബസ്സായതുകൊണ്ട് ഇന്നൊക്കെ ഭയങ്കര പുച്ഛം, ഞാനങ്ങനെ ബസ്സിന് വരാത്ത കാരണം. അപ്പോൾ അവരൊക്കെ ഫസ്റ്റ് തിരക്കി കയറി നിൽക്കും. അപ്പോൾ നമ്മൾക്ക് പിന്നെ നിൽക്കാൻ സ്ഥലമില്ല, ഡോറുമൊക്കെ നിന്ന് വരേണ്ടി വരും. അപ്പോൾ പിന്നെ 3 ബസ് പോയിട്ട് 4ാമത്തെ ബസ്സിലാണ് കേട്ടോ ഞാൻ വന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ചിക്കൻ കഴുകി വെക്കാണ്ടായി. അപ്പോൾ ഇന്ന് ഷർഫാക്കാൻ്റെയും ഫെബിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഷർഫാക്കാന്ന് വിളിക്കണതൊന്നും ഉണ്ടായിട്ടില്ല. അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞ് ഷർഫാക്കാന്ന് വിളിച്ചാൽ മതി എന്ന്. അവനെക്കാട്ടി മൂത്തതാണ്, കാക്കുനെക്കാട്ടി താഴെയാണ്, അതുകൊണ്ട് ഞാൻ പേരെടുത്തിട്ട് വിളിക്കാറ്. പക്ഷെ അവൻ പറഞ്ഞു എന്നെ ഇക്കാക്കാന്ന് വിളിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ പൊതുവേദിയിലൊക്കെ നമ്മൾ ഇക്കാക്കാന്നൊക്കെ യൂസ് ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഉപ്പ ചിക്കൻ്റെ മസാലയും കൂട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമ്മ അവിടെ അത് കുഴച്ച് വെക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. അപ്പോൾ എല്ലാവരും എന്ന് പറയാൻ എല്ലാവരും ഒന്നുമില്ല, കാക്കു, ഞാൻ, ഷർഫാക്ക, പിന്നെ ഫെപ്പി, നിത്യ, ഷിബിരാജ്, ഉപ്പ, ഉമ്മ, അളിയൻ, ഫർസി, ഇവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതായിരുന്നു കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗിഫ്റ്റ്. അപ്പോൾ മാലിക്കും ഇതവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കുറേ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ മയിലിനറിയോ? മയിലിൻ്റെ വേറെ മാണിക്ക് എവിടെ മയിൽ അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവനങ്ങനെ പുതക്കില്ല, എത്ര പുതപ്പിട്ട് കൊടുത്താലും അത് കാലുകൊണ്ട് തട്ടി മാറ്റും. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് നൈറ്റ് വരെ. Good night. Tada. Bye bye. Bye bye.